ഹായ് മക്കളെ, നമുക്കിന്ന് മത്സ്യകന്യകയുടെ കഥ കേട്ടാലോ. പണ്ടൊരിക്കൽ മത്സ്യത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ മുഖവുമുള്ള സുന്ദരിയായ ഒരു മത്സ്യകന്യക കടൽപ്പരപ്പിലൂടെ സുന്ദരമായ ആകാശവും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും നോക്കിക്കൊണ്ട് നീന്തി തുടിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങകലെ നിന്നും ഒരു കപ്പൽ തൻ്റെ നേർക്ക് വരുന്നത് അവൾ കണ്ടത്. അവൾ അങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്ന് ആകാശം ഇരുണ്ടു. നക്ഷത്രങ്ങൾ എങ്ങോ പോയി ഒളിച്ചു. കാറ്റ് ആഞ്ഞു വീശി. കടൽത്തിരകൾ ആർത്തുലയ്ക്കുന്നു. ശക്തമായ മഴ പെയ്യാനും തുടങ്ങി. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ആ കപ്പൽ ആടി ഉലഞ്ഞു. പെട്ടെന്ന് ആ കപ്പലിൽ നിന്നും ഒരു മനുഷ്യൻ വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. കപ്പൽ പതിയെ പതിയെ കടലിനഗാധതയിലേക്ക് മറഞ്ഞു. മത്സ്യകന്യക വേഗം ആ മനുഷ്യൻ്റെ അടുത്തെത്തി. സുന്ദരനായ ആ യുവാവിനോട് അവൾക്ക് വല്ലാത്തൊരിഷ്ടം തോന്നി. അവൾ അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് മത്സ്യകന്യക അക്കാര്യം ഓർത്തത്. ഈ യുവാവ് ഒരു മനുഷ്യനാണ്. അവന് വെള്ളത്തിൽ ജീവിക്കാനാവില്ല. ഉടൻ തന്നെ അവൾ അയാളെ കരയിലെത്തിച്ചു. അപ്പോഴേക്കും 2 യുവതികൾ അവിടെ എത്തി. അവരെ കണ്ടയുടനെ മത്സ്യകന്യക വെള്ളത്തിലേക്ക് മറഞ്ഞു. അവരുടെ സംഭാഷണത്തിൽ നിന്നും അയാൾ രാജകുമാരനാണെന്ന് മനസ്സിലായി. കടലിനടിയിലെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ മത്സ്യകന്യകയ്ക്ക് സന്തോഷിക്കാനായില്ല. അവൾ ആ യുവാവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. അവളുടെ ദുഃഖം മനസ്സിലാക്കിയ മുതിർന്നവർ അവളെ ഉപദേശിച്ചു. മോളെ, അയാൾ മനുഷ്യനാണ്. അവർ നമ്മെപ്പോലെയല്ല. ഇത് ആപത്താണ്. പക്ഷേ അവളുടെ മനസ്സ് മാറിയില്ല. അവൾ മന്ത്രവാദിനി അമ്മൂമ്മയുടെ അടുത്തെത്തി ചോദിച്ചു, അമ്മൂമ്മേ, നമ്മളെന്താ മനുഷ്യരെ പോലെയാകാത്തത്? നമുക്കെന്താ നടക്കാൻ കഴിയാത്തത്? അവളുടെ മനസ്സു കണ്ട അമ്മൂമ്മ പറഞ്ഞു, മോളെ, മനുഷ്യർ ആത്മാവുള്ളവരാണ്. അവർ കുറച്ചു കാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ. അമ്മൂമ്മേ, നമുക്കും മനുഷ്യരെ പോലെ ആകാമോ? എനിക്കും ഒരു മനുഷ്യസ്ത്രീ ആകണം. അവൾ വാശി പിടിച്ചു. എല്ലാവരും അവളെ ഒരുപാട് ഉപദേശിച്ചെങ്കിലും അവളുടെ പിടിവാശി തീർന്നില്ല. അവസാനം അമ്മൂമ്മ ഒരു മരുന്ന് അവൾക്ക് നൽകിയിട്ട് പറഞ്ഞു, തീരത്തെത്തിയാലുടൻ ഈ മരുന്ന് ദേഹം മുഴുവൻ തേച്ചു പിടിപ്പിക്കണം. അപ്പോഴേക്കും നിനക്ക് കാലുകൾ മുളച്ചു തുടങ്ങും. പക്ഷേ അപ്പോഴുള്ള വേദന വളരെ വലുതായിരിക്കും. നിനക്ക് കാലുകൾ ലഭിക്കുമ്പോൾ പകരമായി നിന്റെ മധുരമായ ശബ്ദം നഷ്ടപ്പെടും. പക്ഷേ മത്സ്യകന്യക അതൊന്നും കാര്യമാക്കില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും കുമാരൻ്റെ അടുത്തെത്തിയാൽ മതി എന്നായിരുന്നു ചിന്ത. അങ്ങനെ മത്സ്യകന്യക സുന്ദരിയായ ഒരു യുവതിയായി കൊട്ടാരത്തിലെത്തി. കൊട്ടാരവാസികൾ അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കൊട്ടാരത്തിൽ കുറേ കാലം അവൾ താമസിച്ചു. അപ്പോഴേക്കും കുമാരന് വിവാഹപ്രായമായി. എന്നാൽ ശബ്ദം നഷ്ടപ്പെട്ട കന്യകയ്ക്ക് കുമാരനോടുള്ള തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്താനായില്ല. കുമാരൻ അയൽരാജ്യത്തെ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം കഴിച്ചു. മത്സ്യകന്യയുടെ ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ അവൾക്ക് അതെല്ലാം സഹിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുമാരനും ഭാര്യയും ഒരു കപ്പൽ യാത്രയ്ക്ക് തയ്യാറായി. കൂട്ടിനായി കുമാരൻ മത്സ്യകന്യകയെയും കൂട്ടിക്കൊണ്ടുപോയി. കപ്പലിൽ ദുഃഖിച്ചിരിക്കുന്ന മത്സ്യകന്യയുടെ അടുക്കൽ അവളുടെ സഹോദരിമാർ എത്തി. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിനക്കെല്ലാം മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. കുമാരൻ്റെ ശരീരത്തിലുള്ള രക്തം നിന്റെ ഉടലിൽ വീഴുമ്പോൾ നിനക്ക് പഴയ രൂപം ലഭിക്കും. ഇതാ, ഈ കത്തി കൊണ്ട് കുമാരനെ നീ കൊല്ലണം. കത്തി നൽകിയിട്ട് അവർ തിരിച്ചുപോയി. കുമാരനും ഭാര്യയും ഉറങ്ങിയ സമയത്ത് അവൾ അവരുടെ അടുക്കലെത്തി. കുമാരനെ കൊല്ലാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ പതുക്കെ കുമാരൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൾക്കൊരു കാര്യം മനസ്സിലായി. തനിക്ക് തൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതായിരിക്കുന്നു കുമാരൻ. അവനെ ഇല്ലാതാക്കാൻ അവൾക്കായില്ല. ആ കത്തി അവൾ കടലിനഗാധതയിലേക്ക് എറിഞ്ഞു. അത് അടിത്തട്ടിൽ സ്പർശിച്ച നിമിഷം അവൾ തിരിച്ചറിഞ്ഞു, തൻ്റെ വെള്ളി പോലെ മിനുത്ത വാലും ചിറകുകളും തിരികെ ലഭിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും മത്സ്യകന്യകയായിരിക്കുന്നു. ഒരു യാത്രാമൊഴിയെന്നോണം അവൾ കുമാരൻ്റെ നെറ്റിയിൽ മൃദുലമായി ഒന്ന് തഴുകിയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരും
തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ കൂട്ടുകാരികളും വസിക്കുന്ന സ്വർണ്ണ കൊട്ടാരത്തിലേക്ക് പതുക്കെ മുങ്ങാങ്കുഴിയിട്ടു.